അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അതിന് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ചവരി ഇട്ട് കൊടുക്കാം. ചവരി കുതിർന്ന് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചവരി ഒന്ന് നമുക്ക് വൃത്തി സോഫ്റ്റ് ആക്കി എടുക്കാം. കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ ചവരി കുതിർക്കാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ചവരിയെല്ലാം വീർത്ത് ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ചവരിയിലുള്ള അധികമുള്ള വെള്ളം നമുക്ക് ഒരു അരിപ്പയെ കൂടി അരിച്ചു മാറ്റാം. അപ്പോൾ ഈ ചവരിയിലുള്ള വെള്ളം മുഴുവനും മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അരിപ്പയെ തന്നെ ഇങ്ങനെ വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെച്ചപ്പോൾ ചവരിയിലുള്ള വെള്ളമൊക്കെ ഇതാ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വെള്ളമൊക്കെ മാറ്റിയ ചവരി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോരുത്, 2 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചവരി കുതിർന്നാണിരിക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ട് കുതിർന്നാണിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കൈവച്ച് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടും. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര ചേർക്കാത്ത ഏലക്കാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അങ്ങോട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിന് ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടിയില്ല. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കരുത്. 2 സ്റ്റെപ്പായിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പൊ ചവരി ഇതാ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ബാച്ചായിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. പൾസ് മോഡിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഒരുപാടങ്ങ് പേസ്റ്റ് പരുവത്തിന് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ ചില ചവരിക്ക് പെട്ടെന്ന് നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ നല്ലോണം മിക്സ് ആയി കിട്ടും. ചില ചവരി നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ആയി വരില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പൊ ചവരി എല്ലാം 2 ബാച്ചായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഏതെങ്കിലും ഒരു അളവ് സ്പൂൺ എടുക്കുക. ഇതിൽ നിന്നും ഇതുപോലെ ഒരു സ്പൂണ് ചവരിയുടെ മിക്സ് എടുക്കുക. കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഉരുട്ടിയെടുക്കുക. അതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇപ്പം ഇതെല്ലാം ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 1 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ 1 ലിറ്റർ പാല് ഒരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാല് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പൊ പാല് നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളങ്ങ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് തിളച്ച് ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ പാല് നല്ലതുപോലെ തിളച്ച് ഉരുളകളൊക്കെ കുറച്ചും കൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. ഈ ചവരി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. കുതിർത്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടുക. കുറച്ച് സമയം കൂടി ഇതുപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ അതാ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കി അരിച്ചിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ. പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരെണ്ണം എടുത്ത് പിടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്ന്. ഒരെണ്ണം നമ്മളെടുത്ത് അതിൻ്റെ ചൂട് മാറിയിട്ട് പിടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ലോണം ഇത് വെന്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്ത് പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ കണ്ടൻസ് മിൽക്കും പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തിട്ടെടുക്കാൻ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രമേ കണ്ടൻസ് മിൽക്കും പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവൂ. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കട്ടകളൊന്നും ഇല്ലാതെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടിയെല്ലാം ഒന്ന് മിക്സായി കിട്ടണം. അപ്പോൾ അത് പാൽപ്പൊടിയെല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ചവ്വരി ബോൾസ് ആക്കി എടുക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയെ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത ഏലക്കാപ്പൊടിയാണ്. പഞ്ചസാര ചേർക്കാത്ത ഏലപ്പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കണ്ടൻസ് മിൽക്കും പാൽപ്പൊടിയും ഒക്കെ ചേർത്തിട്ട് പിന്നെ ഒരുപാട് നേരിട്ട് ഇളക്കി കൊടുക്കരുത്, എന്നാൽ പിന്നെ അടിക്ക് പിടിക്കും. കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് എടുക്കുള്ളൂ വെന്ത് കിട്ടാനായിട്ട്. നമ്മൾ കുതിർത്തല്ലേ ഒരു എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂടാണ്. ഇതിന്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കശുവണ്ടി ബദാമൊക്കെ കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് ചൂട് മാറിയിട്ട് ഫ്രിഡ്ജിൽ ഒരു 1-2 മണിക്കൂർ വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചവരി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്